ഓം ശാന്തി 31/7/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, നിങ്ങൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത്. ഉള്ളിൽ ജ്ഞാനം സ്മരിച്ചുകൊണ്ടിരിക്കൂ, എങ്കിൽ നിദ്രയെ ജയിക്കുന്നവരാകും. കോട്ടുവ തുടങ്ങിയവ വരില്ല. ഇത് മംഗളകാരിയായ സംഗമയുഗമാണ്. ഈ സംഗമയുഗത്തിലെ ഓരോ സെക്കൻഡും ബഹുമൂല്യമുള്ളതാണ്. ഇതിനാൽ നമ്മൾ ഒരിക്കലും നമ്മളുടെ സമയം വ്യർത്ഥമാക്കരുത്, വേസ്റ്റ് ചെയ്യരുത്. നാം വെറുതെ ഇരിക്കുകയാണെങ്കിലും മനസ്സിൽ ജ്ഞാനമനനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ജ്ഞാനത്തെ മനസ്സിലാക്കുന്നതിനുള്ള കഴിവ് വരുന്നു. ഇതിലൂടെ നമ്മൾക്ക് മൂന്നാം നേത്രത്തിലൂടെ എല്ലാ കാര്യങ്ങളും മറ്റൊരു വെളിച്ചത്തിൽ കാണാൻ കഴിയും. ഇതിലൂടെ ഉണ്ടാകുന്ന സന്തോഷം കാരണം നിദ്രയെ ജയിക്കുന്നവരാകാനും സാധിക്കും. മാത്രമല്ല, മുരളിയിലോ യോഗത്തിലോ നമ്മൾക്ക് കോട്ടുവായോ ഉറക്കമോ വരില്ല. ചോദ്യം: നിങ്ങൾ കുട്ടികൾ ബാബയിൽ ബലിയാകുന്നത് എന്തിനാണ്? ബലിയാകുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: ബലിയാകുക അർത്ഥം ബാബയുടെ ഓർമ്മയിൽ ലയിക്കുക. എപ്പോൾ ഓർമ്മയിൽ ലയിക്കുന്നുവോ ആത്മാവാകുന്ന ബാറ്ററി ചാർജായി തീരുന്നു. ആത്മാവാകുന്ന ബാറ്ററി നിരാകാരനായ ബാബയുമായി യോജിക്കുന്നു. അപ്പോൾ ബാറ്ററി ചാർജാകുന്നു. വികർമ്മം വിനാശമാകുന്നു. സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. ബാബയിൽ ബലിയാകുക എന്നതിൻ്റെ അർത്ഥം ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയിൽ ബലിയാകുക എന്നാൽ ബാബയുടെ ഓർമ്മയിൽ ലയിക്കുക എന്നാണ്. ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുക അർത്ഥം ബാബയുമായി കണക്ഷൻ യോജിക്കുക എന്നാണ്. ഏതുപോലെ ഒരു പ്ലഗ് പോയിന്റിൽ നാം പ്ലഗ് യോജിപ്പിക്കുമ്പോൾ അവിടെ ആ ഒരു കണക്ഷൻ വരുന്നത് കാരണം ഇലക്ട്രിസിറ്റി ആ വസ്തുവിലേക്ക് പ്ലഗിലൂടെ പോകുന്നു. അതുപോലെ ബാബയുമായി നമ്മുടെ ബുദ്ധി കണക്ട് ചെയ്യുമ്പോൾ ബാബയിൽ നിന്ന് സർവശക്തികളും സർവഗുണങ്ങളും പവിത്രതയും എല്ലാം തന്നെ വരുന്നു. ഇതിലൂടെ ആത്മാവാകുന്ന ബാറ്ററി ചാർജാകുന്നു. ആത്മാവ് ശക്തിശാലിയാകുന്നു, പവിത്രമാകുന്നു. പവിത്രമാകുക അർത്ഥം പഴയകാല വികർമ്മത്തിൻ്റെ കണക്ക് ഭസ്മമാകുന്നു. ഒപ്പം വരാൻ പോകുന്ന സമയത്തേക്കുള്ള സമ്പാദ്യവും ശേഖരിക്കപ്പെടുന്നു. ഇതിനാൽ ബാബയുടെ ഓർമ്മ എന്നത് നിസ്സാരമല്ല, ഏറ്റവും ഉയർന്ന കാര്യമാണ്. അങ്ങനെ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചിരിക്കുന്നതിനെയാണ് ബലിയാകുക എന്ന് പറയുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബാബയിൽ നിന്ന് അവിനാശി ജ്ഞാനധനം എടുത്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യണം. ജ്ഞാനദാനം ചെയ്യുന്നതിൽ ഒരിക്കലും പിശുക്കരാകരുത്. ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ഉള്ളിൽ തുള്ളിത്തുള്ളിയായി വീണുകൊണ്ടിരിക്കണം. രാജാവാകുന്നതിന് പ്രജ തീർച്ചയായും ഉണ്ടാക്കണം. 2. തൻ്റെ ചാർട്ട് നോക്കണം. 1. ഞാൻ ബാബയ്ക്ക് സമാനം സ്നേഹസാഗരമാണോ? 2. ഞാൻ ആരെയും പിണക്കുന്നില്ലല്ലോ? 3. സ്വന്തം ചലനത്തിൽ പൂർണ്ണ ശ്രദ്ധ ഉണ്ടോ? ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയിൽ നിന്ന് ലഭിക്കുന്ന അവിനാശിയായ ജ്ഞാനരത്നങ്ങൾ മറ്റുള്ളവർക്കും ദാനം ചെയ്യണം. ഇതിലൊരിക്കലും പിശുക്ക് കാട്ടരുത്. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ ബുദ്ധിയിൽ എപ്പോഴും വീണുകൊണ്ടിരിക്കണം. അതായത് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അത് നമ്മൾക്ക് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ നാം ദാനം ചെയ്യുന്നതിലൂടെ പ്രജകളെ ഉണ്ടാക്കുകയാണ്. രാജാവാകണമെങ്കിൽ തീർച്ചയായും പ്രജകളെ ഉണ്ടാക്കണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, എന്നും
തൻ്റെ ചാർട്ട് ചെക്ക് ചെയ്യണം. നാം സ്നേഹസാഗരമായോ? നമ്മുടെ അച്ഛൻ സ്നേഹസാഗരമാണ്. അതുപോലെ നമ്മളും സ്നേഹസാഗരമായിരിക്കണം ലോകത്തിലുള്ള എല്ലാവരോടും. രണ്ടാമത്തേത്, നാം ആരെയും പിണക്കുന്നില്ലല്ലോ. നമ്മുടെ സ്വഭാവത്തിനനുസരിച്ച്, സംസ്കാരത്തിനനുസരിച്ച്, ശീലങ്ങൾക്കനുസരിച്ച് നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കണം. ആരെയും പിണക്കരുത്. മൂന്നാമത്തേതാണ്, എൻ്റെ ചലനത്തിൽ പൂർണ്ണ ശ്രദ്ധ ഉണ്ടായിരിക്കണം. നമ്മുടെ ചലനം പവിത്രമായിരിക്കണം, റോയലും ആയിരിക്കണം. വരദാനം: ജ്ഞാനത്തിനൊപ്പം ഗുണങ്ങളെ ഇമർജ് ചെയ്ത് സർവഗുണ സമ്പന്നരാകുന്ന ഗുണമൂർത്തരായി ഭവിക്കട്ടെ. ഓരോരുത്തരിലും ജ്ഞാനം വളരെയുണ്ട്. എന്നാൽ ഇപ്പോൾ ആവശ്യമാണ് ഗുണങ്ങളെ ഇമർജ് ചെയ്യുന്നത്. ഇതിനായി വിശേഷിച്ച് കർമ്മത്തിലൂടെ ഗുണദാതാവാകൂ. സങ്കൽപ്പിക്കൂ, എനിക്ക് സദാ ഗുണമൂർത്തരായി എല്ലാവരെയും ഗുണമൂർത്തരാകുന്ന കർത്തവ്യത്തിൽ തൽപരരായി ഇരിക്കണം. ഇതിലൂടെ വ്യർത്ഥം കാണുക, കേൾക്കുക ചെയ്യുന്നതിന് സമയം ലഭിക്കില്ല. ഈ വിധിയിലൂടെ സ്വയം തൻ്റെയും സർവരുടെയും കുറവുകൾ സഹജമായി സമാപ്തമായി തീരുന്നു. ഇതിൽ ഓരോരുത്തരും സ്വയം തന്നെ ഏറ്റവും നമ്പർ 1 നിമിത്തമാണെന്ന് മനസ്സിലാക്കി സർവഗുണസമ്പന്നരാകുകയും ആക്കുകയും ചെയ്യുന്നതിൽ എക്സാമ്പിൾ ആകണം. ലോകർ കേട്ടു പഠിക്കുന്നതിലും കൂടുതൽ കണ്ടുപഠിക്കുന്നു. അവർക്ക് ജ്ഞാനം കേൾക്കുന്നതിനേക്കാൾ ഗുണങ്ങളുടെ ഉദാഹരണമായി കാണുകയാണെങ്കിൽ അവർക്ക് ഗുണങ്ങൾ സ്വയം തന്നിലും ധാരണ ചെയ്യാൻ സാധിക്കും. അതിനാൽ ഇന്ന് ബാബ പറയുന്നു, ഗുണമൂർത്തരായി സ്വയം തന്നിലും ഗുണങ്ങൾ നിറയ്ക്കണം, മറ്റുള്ളവരിലും ഗുണങ്ങൾ നിറയ്ക്കുന്നതിന് തൽപരരാകണം. ഇതിൽ ശ്രദ്ധ കൊടുക്കുന്നതിലൂടെ വ്യർത്ഥം കാണുന്നതിലും കേൾക്കുന്നതിലും ചെയ്യുന്നതിലും സമയം ലഭിക്കില്ല. നമ്മൾ ഇങ്ങനെ ഗുണങ്ങൾ സ്വയം തന്നിൽ നിറച്ച് മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമാകണം. ഇതിൽ നാം 1-ാം നമ്പർ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കണം. സ്ലോഗൻ: മനസ്സിലൂടെ യോഗദാനം, വാക്കുകളിലൂടെ ജ്ഞാനദാനം, കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ദാനം ചെയ്യൂ. മനസാ വാച കർമ്മണ ദാനം ചെയ്യുന്നതിലൂടെ നാം ശ്രേഷ്ഠ ദാതാവായി മാറുന്നു. വാക്കുകളിലൂടെ ജ്ഞാനം നൽകണം, മനസ്സിലൂടെ യോഗദാനം അതായത് ശക്തികൾ ദാനം ചെയ്യണം, കർമ്മത്തിലൂടെ ഗുണങ്ങൾ ദാനം ചെയ്യണം. ഓം ശാന്തി.